സംഖ്യ 23:20 നമുക്കറിയാം. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേൽ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. ഒരു സമർഷ്ടന്റെ വാക്കാണ്. ഈ ഒരു വചനം ഇതുപോലെ കരുത്തോടെ അന്ന് ബാലാം വഴി പറഞ്ഞ വചനത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെ കാരണവും തൊട്ട് മുൻപ് ഇത് സംഖ്യ 23:23 സംഖ്യ 23-ന്റെ 21, 22 വായിക്കുമ്പം അതിൻ്റെ കാരണം പറഞ്ഞ് നമുക്ക് നോട്ട് ചെയ്യണം. അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ട്. സംഖ്യ 23:20 നമുക്കറിയാം. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേൽ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. ഒരു സമർഷ്ടന്റെ വാക്കാണ്. ഈ ഒരു വചനം ഇതുപോലെ കരുത്തോടെ അന്ന് ബാലാം വഴി പറഞ്ഞ വചനത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെ കാരണവും തൊട്ട് മുൻപ് ഇത് സംഖ്യ 23:23 സംഖ്യ 23-ന്റെ 21, 22 വായിക്കുമ്പം അതിൻ്റെ കാരണം പറഞ്ഞ് നമുക്ക് നോട്ട് ചെയ്യണം. അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ട്. അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ആഭിചാരവും ക്ഷുദ്രവിദ്യയും യാക്കോബിന് ഇസ്രായേൽ ഏൽക്കുകയല്ലാത്തത്. ദൈവം കൂടെയുള്ള ജനം. നിയമാവർത്തനം 28 വചനം പാലിച്ചുകൊണ്ട് നീ നീങ്ങിയാൽ നിനക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എണ്ണി പറയുന്നുണ്ടല്ലോ. അതിൻ്റെ കൂടെ നീ വചനം പാലിക്കാതെ നീങ്ങിയാൽ നിനക്ക് വരുന്ന അപകടവും പറയുന്നുണ്ട്. നിയമാവർത്തനം 28 അധ്യായം മുഴുവനും അത് നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്ന അവിടെ എടുത്തു പറയുന്ന കാര്യമുണ്ട്. നിയമാവർത്തനം 28 10-ാം വാക്യം, കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യർ നിന്നെ ഭയപ്പെടും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്ന കാണുമ്പം, കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടായിരിക്കുമ്പം, അപ്പോൾ അങ്ങനെയുള്ളവരുടെ അനുഭവം പറയുകയാണ്. 7-ാം വാക്യം, നിനക്ക് എതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിയമാവർത്തനം 28:7 28:10 നമ്മൾ പറഞ്ഞു. കർത്താവിൻ്റെ നാമം കരണ്ടുള്ള കമ്പി എന്ന് പറയുന്ന പോലെയാണ്. കരണ്ടുള്ള കമ്പി പൊട്ടി പോസ്റ്റ് നിലത്ത് കടന്നാൽ പോലും ആരും അടുത്ത് ചെല്ലുകയല്ല, കളിക്കാൻ ചെല്ലുകയല്ല, പറിച്ചുകൊണ്ട് പോവുകയല്ല. കരണ്ട് ഇല്ലാത്ത കമ്പിയെ പോസ്റ്റ് നിൽക്കുന്ന KSEBക്കാർ ആ ലൈൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നേ ഇല്ല എന്നുള്ള ഉറപ്പായാൽ മാസങ്ങൾ അങ്ങനെ ഒരു ലൈൻ ഉപേക്ഷിക്കപ്പെട്ട് കടന്നാൽ പോസ്റ്റ് നിൽക്കുന്ന കമ്പി ആൾക്കാരത്തിൽ ആയിപ്പിട്ട് കയറിയിട്ട് വലിച്ചു പൊടിച്ച് വീട്ടിൽ കൊണ്ട് അയ കെട്ടിയെന്ന് വരും അല്ലേ. മറ്റേ കമ്പി നിലത്ത് കടന്നാൽ പോലും കറണ്ടുണ്ടെ ആരും അടുക്കുകയില്ല. അത് കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്ന കാണുമ്പം സകല ജനതകൾ നിന്നെ ഭയപ്പെടും. നിനക്കെതിരെ അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ ചെതറിപ്പോകും. നമ്മൾ പെട്ടെന്ന് കണ്ട ഇതെല്ലാം ദൈവം കൂടെയുള്ളവരായിട്ട് വസിക്കുക. നമ്മുടെ ആത്മീയ മേഖലയിലെ ക്ലാസിക് വർക്കിൻ്റെ നിരയിലോ ടോപ്പ് നിൽക്കുന്നതാണല്ലോ ആഭ്യന്തര കർമ്മ്യ, അമ്മ ത്രേസ്യ, കുരിശിൻ്റെ യോഹന്നാനൊക്കെ. അമ്മ ത്രേസ്യയുടെ ഇൻറ്റീരിയർ കാസിൽ ആഭ്യന്തര കർമ്മ്യം, അതിനകത്ത് ഈ ഒരു ആശയം അമ്മ ത്രേസ്യ ആഴത്തിൽ പങ്കുവെക്കുക. നമുക്കറിയാം, കർമ്മ്യതാക്കളുടെ പലരുണ്ടല്ലോ. അമ്മ ത്രേസ്യ പങ്കുവെക്കുന്ന ഈ ഒരു കാര്യമാണ്. ഏത് ഉള്ളിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചേ. നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഒരു ബംഗ്ലാവാണ് ഈശോ കാണിച്ചു കൊടുത്തതാണ്. ഒറ്റ വജ്രം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടൊരു വലിയ ബംഗ്ലാവ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അറകൾ, സദനങ്ങൾ 7 എണ്ണം. ഓരോ സദനത്തിലും ലെയറിലും ഒരുപാട് ഭവനങ്ങൾ, വാസസ്ഥലങ്ങൾ. അങ്ങനെയുള്ള വലിയ കോട്ട പോലത്തെ ഒരു ബംഗ്ലാവ് ആത്മാവ്. അതിൻ്റെ ഏറ്റവും അകത്തെ 7ാമത്തെ അറയിലാണ് ദൈവം വസിക്കുന്നത്. അങ്ങോട്ട് നമ്മൾ കയറി ചെല്ലുന്ന പ്രക്രിയയാണ് ആത്മീയ ജീവിതം. അങ്ങനെ മനോഹരമായ ഒരു പ്രസൻറ്റേഷൻ അമ്മ ത്രേസ്യ ദൈവം വെളിപ്പെടുത്തിയിട്ട് നൽകുന്നുണ്ട് ചെറിയ പുസ്തകത്തിൽ. ഞാൻ യൂട്യൂബിൽ ഒരു 3 വർഷം മുമ്പ് ഈ ആഭ്യന്തര കർമ്മ്യ പുസ്തകത്തിൻ്റെ ഒരു വ്യാഖ്യാനം ഓരോ വാക്യവും വായിച്ച് കമൻറ്റ് കൊടുത്തുകൊണ്ട് നൽകുകയുണ്ടായി. 255 സെഷനുകളായിട്ട് 10-15 മിനിറ്റിൻ്റെ സെഷൻ യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് ഈ നാളുകൾ വീണ്ടും വന്ന് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് എഡിറ്റ് ചെയ്ത്. അതിലൂടെ കയറി വരുമ്പം യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ആത്മീയതയിൽ ഒരുപാട് തിരിച്ചറിവ് നേടിയ നാളുകളായിരുന്നു. അമ്മ ത്രേസ്യയുടെ ആഭ്യന്തര കർമ്മ്യം പങ്കുവെച്ച് നീങ്ങിയപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യത്തെക്കുറിച്ചൊരു അവയർനെസ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഭവമാണ്. അത് അത്ര സിമ്പിളല്ല, പക്ഷേ നമുക്ക് പറ്റും അവയർനെസ്. അപ്പം അതാണ് നമ്മുടെ ആത്മീയതയുടെ ക്ലൈമാക്സ്. അതാണ് ദൈവരാജ്യ അനുഭവം. ഏത് നമ്മുടെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യം നിരന്തരം അനുഭവിക്കുക, ആ തമ്പുരാൻ്റെ ഓതലുകൾ ശ്രവിക്കുക.
ഈശോ പറയുന്നില്ലേ, എനിക്ക് സമയത്തെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, ഞാൻ ശ്രവിക്കുന്ന പോലെ ഞാൻ വിധിക്കുന്നു. യോഹന്നാൻ 5:30 ഞാൻ ശ്രവിക്കുന്ന പോലെയാണ് ഞാൻ വിധിക്കുന്നത്. എൻ്റെ പിതാവ് എന്നെ ഒരിക്കലും തനിയെ വിട്ടിരിക്കുകയല്ല, അവിടുന്ന് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഈശോയുടെ ആത്മീയ അനുഭവം അങ്ങനെയാണല്ലോ. എൻ്റെ പിതാവ് ഒരിക്കലും തനിയെ വിടി, അവിടുന്ന് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. യോഹന്നാൻ 8:28-29 ഞാൻ തന്നെ എന്ന് ഞാൻ സ്വമേധയെ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യം സംസാരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കും മനുഷ്യത്തെ ഉയർത്തി കഴിയുമ്പോൾ. എന്നിട്ട് പറയുകയാണ്, എന്നെ അയച്ചവൻ എന്നോട് കൂടിയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, അവിടുന്ന് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഇത് ഈശോയുടെ നിരന്തര അനുഭവമായിരുന്നു. പിതാവ് തന്നെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈശോ പറയുന്നതും ചെയ്യുന്നതും എല്ലാം പിതാവിൻ്റെ പ്രേരണ അനുസരിച്ച്. യോഹന്നാൻ 5:30 സമയത്തെ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല, ഞാൻ ശ്രവിക്കുന്ന പോലെ ഞാൻ വിധിക്കുന്നു. ഞാൻ എപ്പോഴും ശ്രവിക്കുകയാണ്. എവിടെ? എൻ്റെ ഉള്ളിൽ പിതാവിൻ്റെ ആത്മാവിൻ്റെ സ്വരം ഞാൻ എപ്പോഴും ശ്രവിക്കുന്നു. ഞാനതാ സംസാരിക്കുന്നത്. വീണ്ടും അവിടെ തന്നെ യോഹന്നാൻ 5:19-20 യോഹന്നാൻ 5:19-20 ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്ന അല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. പിതാവ് ചെയ്യുന്ന എല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്ന എല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു, എല്ലാം കാണിക്കുന്നു. അപ്പം ഞാൻ ചെയ്യുന്ന മുഴുവനും പിതാവ് ചെയ്ത് കാണിക്കുന്നത് പറഞ്ഞു തരുന്നത് മാത്രം. അങ്ങനെ പിതാവുമായിട്ട് നിരന്തരം ഐക്യപ്പെടുന്ന ജീവിതമാണ് ഈശോ തന്നെ പറ്റി തന്നെ പറയുന്നത്. യോഹന്നാൻ 6 കഫർനഹൂമിലെ സിനഗോഗിലെ പ്രബോധനം, ജീവന്റെ അപ്പം, അതിൻ്റെ അവസാനം പറയുമ്പം അവസാനത്തെ പോയിന്റ് ഈശോ പറയുന്നത് ഇത് തന്നെയാണല്ലോ. യോഹന്നാൻ 6:57-58 ജീവിക്കുന്നവനായി പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അപ്പോൾ ഈശോയുടെ ഭൂമിയിലെ ജീവിതം മുഴുവൻ ഈശോ പറയുകയാണ്, ഞാൻ പിതാവ് മൂലമാണ് ജീവിക്കുന്നത്, പിതാവിനെ കൊണ്ടാണ് ജീവിക്കുന്നത്. നമുക്കറിയാം, ഇച്ചിരി പീഡാസഹനത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോ പരാതിപ്പെടുന്ന ഏക വിഷയം പീഡാനുഭവം ചെമ്മട്ടിയടിയല്ല, മുൾപിടി ധരിക്കുന്നതല്ല, പരിഹാസമല്ല, താടിമീശ വലിച്ചു കാണി ധരിക്കുന്നതല്ല, കുശി ധരിക്കുന്നതല്ല, ഉയർത്തുന്നതല്ല, പിതാവിന് സാന്നിധ്യം ഇല്ലെന്നായി പോയപ്പോൾ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. പിതാവിൻ്റെ സാന്നിധ്യം ഇല്ലെന്നായതല്ല, ഈശോയ്ക്ക് അനുഭൂതി കേട്ടാതെ പോയി. ഒരു കുഞ്ഞു കൊച്ച് പനി പിടിച്ച് കിടന്ന കാറ് കാണും, ഒരു 8 വയസ്സുള്ള പെൺകൊച്ചു വിചാരിക്കുക, ഒരു ഫ്ലാറ്റിലാണ്. കൊച്ച് പനി പിടിച്ച് പിച്ചും പെയ്യും വന്നൊരു ബോധമില്ല, കൊച്ചു കിടന്ന കാറ് അമ്മേ എന്ന് പറഞ്ഞ് കാറുന്നു. അപ്പം തൊട്ടടുത്ത മുറി ഫ്ലാറ്റ് താമസിക്കുന്ന അയൽക്കാർ, അവർക്കറിയാം, കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബങ്ങളറിയാം. അവിടുത്തെ ആൾക്കാർ ഈ കാർച്ച കേട്ടിട്ട് ഓർക്ക് ഇതെന്താ കൊച്ചു കിടന്ന കാറ്, നീ തള്ള എവിടെ പോയിരിക്കുക, അവരെവിടെ പോയി. പിന്നെയും കാർച്ച കേൾക്കുക, അമ്മേ എന്ന് കാറിച്ച് ഉറക്കെ. കൊച്ചു പനി പിടിച്ചിട്ട് പിച്ചും പെയ്യും പിടിച്ച് കാറ് കാണാം. അപ്പം അവസാനം അയലൊക്കത്തെ വീട്ടുകാർ വന്ന് കഥകെ വന്ന് മുട്ടുക വിചാരിക്കുക. മുട്ടി വന്ന് ഒരു കൊച്ചു വന്ന് കഥ തുറന്നു. എന്നിട്ട് ഇതെന്താ കൊച്ചു കിടന്ന് കാറുന്നേ, മൂത്ത കൊച്ചാ കഥ തുറക്കുന്നേ. അപ്പോൾ അവർ കഥ തുറന്ന് അകത്തോട്ട് കയറി, എന്നാ പറ്റി? അപ്പോൾ കാണുന്നത് ഈ കൊച്ചു പനി പിടിച്ച് പിച്ചും പെയ്യും കയറുന്ന അമ്മ കൊച്ചിനെ പൊത്തിപ്പിടിച്ചടുത്ത് നിൽക്കുക. കൊച്ചിനെ പൊത്തിപ്പിടിച്ചടുത്ത് നിന്നുകൊണ്ട് തല തൂത്ത് കൊടുക്കും, തല തുണിയിട്ട് തൂക്കുന്നു, മോളെ പറഞ്ഞു. പക്ഷേ കൊച്ചു കിടന്ന് അമ്മയെന്ന് വിളിക്കുകയാണ്. അപ്പോൾ കൊച്ചിന് അമ്മയുടെ സാന്നിധ്യം സ്പർശനവും കിട്ടുന്നില്ല, അനുഭവം ആകുന്നില്ല. അതാ കൊച്ചു കിടന്ന് കാറുന്നത്. അത് കേട്ട ആൾക്കാർ വരികയാണ്. അപ്പോൾ ഈശോ കുരിശിൽ കിടക്കുന്ന നമുക്കറിയാം, ഈശോയുടെ കാർച്ച ഇതാണ്. പിതാവ് ഒരിക്കലും ഈശോ ഇട്ടിട്ട് പോയിരിക്കുകയല്ല. പിതാവിന് ഒരിക്കലും ഈശോ എന്ന് പിരിയാൻ പറ്റത്തില്ല. ഞാനും പിതാവ് ഒന്നാണ്, അവിടുന്ന് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എന്നെ ഒരിക്കലും തന്നെ വിടുന്നില്ല. അപ്പം ആ അനുഭവത്തിലാണ് ഈശോ മുന്നേറുന്നത്. യോഹന്നാൻ സുവിശേഷം 16 അവസാന ഖണ്ഡിക നമുക്കറിയാം. അന്ത്യത്താഴത്തിൻ്റെ ഈശോയുടെ ശുശ്രൂഷയുടെയും കാല് കഴുകലും സ്നേഹത്തിൻ്റെ കൽപ്പന, കുർബാന സ്ഥാപിക്കൽ, ഇതെല്ലാം നടത്തി അതിന് അവസാനത്തെ സംഭാഷണമാണിത് യോഹന്നാൻ അവതരിപ്പിക്കുന്നതനുസരിച്ച്. പിന്നെ 17 പിതാവിനുള്ള പ്രാർത്ഥനയാണല്ലോ, പിന്നെ വേറെ സംഭാഷണമില്ല. അപ്പോൾ 16 അവസാനത്തെ ഭാഗം വരുമ്പോൾ 30 മുതൽ അപ്പോസ്തലന്മാർ പറയുകയാണ്, ഇപ്പം നീ എല്ലാം അറിയുന്നുവെന്നും ഒന്നും ചോദിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് അപ്പോസ്തലന്മാർ പറയുമ്പോൾ 31 ഈശോ തിരിച്ചു ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടു പോവുകയും ചെയ്യുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. നിങ്ങളെല്ലാം ഇപ്പം എന്നെ പൊത്തിപ്പിടിച്ച് ചുറ്റുവിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ നല്ല വിശ്വാസമായി ബോധ്യമായി നിങ്ങൾ പറയുന്നു, നല്ല കാര്യം, സന്തോഷം, കൊള്ളാം. പക്ഷേ ഇത് സംഭവിക്കാൻ പോകുന്നതെന്നറിയാവോ? മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളെല്ലാം എന്നെ ഇട്ടിട്ട് പോകും, ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകും. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടിയുണ്ട്. പിതാവ് എൻ്റെ കൂടെയുണ്ട്. നിങ്ങളെല്ലാം എന്നിട്ട് പോകും, പക്ഷെ ഞാൻ ഏകനല്ല, പിതാവിൻ്റെ കൂടെയുണ്ട്. നിങ്ങൾ എന്നെ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഇദ്ദേഹം നിങ്ങളോട് പറയുന്നത് എന്നോട് തെളിച്ച് പറയാൻ കാരണം, ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകുമ്പം, നിങ്ങളെ ഒപ്പമുള്ളവർ ഇട്ടിട്ട് ഓടുമ്പം, നിങ്ങളെ ഒറ്റക്കൊടുക്കപ്പെടുമ്പം, പീഡകളും കഷ്ടപ്പാടുമായിട്ട് നിങ്ങൾ നീങ്ങേണ്ടി വരുമ്പം ധൈര്യമായിരിക്കണം. അതിനുവേണ്ടി ഞാൻ പറയുകയാണ്, ഇതേ ഇപ്പം നിങ്ങളെല്ലാം ഇട്ടിട്ട് പോകാൻ പോവുകയാണ്, പക്ഷെ ഞാൻ തനിച്ചല്ല, പിതാവ് എൻ്റെ കൂടെയുണ്ട്. പിതാവ് എൻ്റെ കൂടെയുണ്ട്. അതാ വിശ പറയുന്നത്, ഞാൻ പിതാവ് മൂലമാണ് ജീവിക്കുന്നത്. അതുപോലെ നിങ്ങൾ ജീവിക്കും ഈ അപ്പം ഭക്ഷിച്ചാൽ. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നിൽ, ഞാൻ അവനിലും വസിക്കും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത്, ഈശോ പരാതിപ്പെട്ട ഏക വിഷയം പീഡാസഹനത്തിന് പിതാവിന് സാന്നിധ്യം ഇല്ലെന്നായപ്പോൾ അത് സഹിക്കാൻ പറ്റുകയില്ല. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഏക കാര്യം അതായിരിക്കണം. സഹിക്കാൻ പറ്റാത്തത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നു, അഭിഷേകം പോകുന്നു, ദൈവരാജ്യ അനുഭവം ഇല്ലെന്നായി പോകുന്നു. സഹിക്കാൻ മേലാത്ത അനുഭവമായിട്ട് നമുക്കിത് മാറണം. അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവരാജ്യ അനുഭവത്തിലേക്ക് വന്നുവെന്നർത്ഥം.